ഏശയ്യാ പ്രവാചകന്റെ സുവിശേഷം 51 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്നും പറഞ്ഞു. എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, സകലത്തെയും സൃഷ്ടിക്കുകയും സകലതും കാണുകയും ചെയ്യുന്ന സ്വർഗീയ അപ്പച്ച, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും വിഷമങ്ങളിലും ഈശോയെ, നിന്നേക്കാൾ ഞങ്ങളെ മനസ്സിലാക്കുവാൻ ഈ ഭൂമിയിൽ മറ്റാർക്കും ഇല്ല. ഈശോയെ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാര്യങ്ങൾ അറിയുന്ന, എല്ലാവരും ഉറങ്ങുമ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എനിക്ക് കൂട്ടായിരിക്കുന്ന, തണലായിരിക്കുന്ന, നാളത്തെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തൊരിക്കൂട്ടുന്ന എൻ്റെ സ്വർഗീയ അപ്പച്ച, ഇന്നേ ദിവസം വഴി നടത്തിയതിനെയും നാളെ നടത്താൻ പോകുന്നതിനെയും ഭാവിയെയും ഈശോയെ, നീ എത്രമാത്രമാണ് കരുതലോടെ കാത്തു പരിപാലിക്കുന്നത്. ജീവിത സാഹചര്യങ്ങളിലും ലോകസുഖങ്ങളിലും പെട്ട് പലപ്പോഴും പിതാവേ, ഞങ്ങൾ അങ്ങയെ മറന്നു ജീവിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു നിമിഷം അങ്ങിൽ നിന്ന് ഞങ്ങൾ അകന്നു ജീവിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും അങ്ങ് ഓർമ്മപ്പെടുത്തി, മകനെ മകളെ, തിരിഞ്ഞു നടക്കുക എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞ് വീഴാൻ പോകുമ്പോൾ ഓടിച്ചെന്ന് പിടിക്കുന്നത് പോലെ തെറ്റിപ്പോയ വഴികളിൽ നിന്ന് ഓടി മാറോട് ചേർത്ത് പിടിച്ച് പരിപാലിക്കുന്ന സ്വർഗീയ അപ്പച്ച, ഈ ഭൂമിയിലും വരാൻ പോകുന്ന ജീവിതത്തിലും ഈശോയെ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. ഈ ലോകത്തിലെ സുഖങ്ങളും മക്കളോ കുടുംബമോ ഭർത്താവോ ഭാര്യയോ മാതാപിതാക്കന്മാരോ ആരുമില്ല. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ആരുടെ മണ്ണ് മാത്രമാണ്. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ അല്പമെങ്കിലും സമ്പാദിച്ചുകൊണ്ട് ആത്മാവിൻ്റെ പോഷകമായ സമ്പാദ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് കരുണയായി ഞങ്ങളെ കാവലാർപ്പെടുത്തി അങ്ങ് തിരഞ്ഞെടുത്തതിനെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ പലപ്പോഴും മറന്നുപോയാലും തെറ്റായ രീതിയിൽ ജീവിച്ചാലും ഈശോയെ, അങ്ങ് ഞങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട് മക്കളെ ഉപേക്ഷിക്കാതെ മാറോട് ചേർത്ത് പിടിച്ച് തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് വരികയെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന എൻ്റെ സ്വർഗീയ അപ്പച്ച, ഞങ്ങളുടെ ഇന്നലകളെയും ഇന്നുകളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്ദിയുടെ വാക്കല്ലാതെ ഈശോയെ ഞങ്ങൾക്കൊന്നും പകരം നൽകുവാനില്ല. ഞങ്ങളുടെ ആത്മാവിനെയും അങ്ങ് കാത്ത് അങ്ങേ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ആമേൻ.